പുഷ്പ 2 അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷ. ആഗ്രഹം പങ്കുവച്ച് രശ്മിക മന്ദാന. അല്ലു അർജുൻ പുഷ്പയിലൂടെ ദേശീയ അവാർഡ് നേടിയതിനു ശേഷം പുഷ്പ 2 തനിക്ക് ദേശീയ അവാർഡ് ലഭ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് രശ്മിക മന്ദന. ഗോവയിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പങ്കെടുക്കവെയാണ് പുഷ്പയിലെ ശ്രീവല്ലിയായ രശ്മിക ഇത്തരം ഒരു പ്രതീക്ഷ പങ്കുവച്ചത്. ഒരുപാട് ജോലികൾ നടക്കുന്നതിനാൽ പുഷ്പരാജ് സാർ ഹൈദരാബാദിൽ തിരക്കിലാണ്. സംവിധായകൻ സുകുമാർ, അല്ലു അർജുൻ, സംഗീത സംവിധായകൻ ദേവി ശ്രീപ്രസാദ് എന്നിവരും പുഷ്പ 2 ജോലിയുടെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് രശ്മിക പറയുന്നത്. അതിനാൽ പുഷ്പ 2 പ്രതിനിധീകരിച്ച് താനാണ് ഇവിടെ എത്തിയതെന്ന് രശ്മിക പറഞ്ഞു. പുഷ്പ 2 ശേഷം രശ്മികയ്ക്ക് ഒരു ദേശീയ അവാർഡ് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലു അർജുൻ പുഷ്പയിൽ നേടിയ വിജയം പോലെ താനും പ്രതീക്ഷിക്കുന്നുവെന്ന് രശ്മിക പറഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രമാണ് പുഷ്പ 2. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം 2021 പുറത്തെത്തിയ പുഷ്പയുടെ സ്വീക്കലാണ്. ഡിസംബർ 5 ചിത്രത്തിന്റെ റിലീസ്. അതേസമയം ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായതായി റിപ്പോർട്ടുകളുണ്ട്. ചില കട്ടുകളോടെ സെൻസർ ബോർഡ് ചിത്രത്തിന് UAA സർട്ടിഫിക്കറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സമീപകാലത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ചിത്രമാവും പുഷ്പ 2. സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖയിൽ ചിത്രത്തിന്റെ ദൈർഘ്യമായി കാട്ടിയിരിക്കുന്നത് 200.38 മിനിറ്റാണ്. അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് 38 സെക്കൻഡ്. രശ്മിക മന്ദാന നായികയാവുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് പ്രതിനായകൻ. ഫഹദിന്റെ കഥാപാത്രത്തിന് ആദ്യ ഭാഗത്തേക്കാൾ പ്രാധാന്യം സ്വീകരിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മലയാളത്തിനുള്ള ആദരമായി ചിത്രത്തിന്റെ പീലിംഗ് എന്ന പാട്ടിന്റെ തുടക്കം മലയാളത്തിലായിരിക്കുമെന്ന് അല്ലു അർജുൻ നേരത്തെ അറിയിച്ചിരുന്നു.